ടേസ്റ്റി ആയതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും കൂടി പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോയി അതേപടി തിരിച്ചു കൊണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു ഫുഡ് കഴിച്ചിരിക്കും. കൂടാതെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഹെൽത്തി ആക്കി മാറ്റാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് എടുത്തിട്ടുള്ള റൈസ് ബാസ്മതി റൈസാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബാസ്മതി റൈസ് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റും കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, റോ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ സോയ ചങ്ക്സ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസ്, ആദ്യം ഞാൻ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി, 1 പച്ചമുളക്, 2 റെഡ് ചില്ലിയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഹെൽത്തി അല്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാഗി ക്യൂബാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരി എടുത്ത അതേ പാത്രത്തിൽ അതിന് ഡബിളായിട്ട് വെള്ളം എടുക്കാം. ആ വെള്ളം ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ലെമൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ലെമണിൻ്റെ പകുതി ലെമൺ ജ്യൂസാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അരി വെന്ത് വരുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്കുള്ള ചട്നിക്ക് വേണ്ടി കുറച്ച് മല്ലിയില, 1 തക്കാളി, പകുതി ഉള്ളി, പച്ചമുളക്, ഉപ്പ്, സുർക്ക എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.